ചെറുതായിട്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗായ്സ്, ഇന്ന് നമ്മുടെ കടലിലാണ് ചൂണ്ടാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഗായ്സ്, ആരംഭിക്കലാമോ? ഗായ്സ്, നമ്മളില്ലേ ഈ കുഞ്ഞു ചാളാട്ടോ ചെറുതായിട്ട് ചെറിയ ഹുക്കിലാണ് ഇട്ടിട്ടുള്ളത്. കാരണം ഇന്നലെ നമ്മൾ ചെമ്പല്ലില്ലേ, അത് ഈ ഒരു ഹുക്കിലാണ് കേട്ടോ കിട്ടിയത്. എന്തായാലും നമ്മൾക്ക് അംഗം തുടങ്ങാം ഗായ്സ്. നമ്മൾ ഇത്ര നേരം അവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം സ്പോട്ട് കുറച്ച് നേരം മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ചിലപ്പോൾ ഇവിടെ ആണെങ്കിലും ഇനിയിപ്പോൾ വലിയ മീൻ വന്ന് നിൽക്കണേ അല്ലേ. എന്തൊക്കെയോ അനക്കുണ്ട്, പക്ഷെ മീൻ അടിച്ചതല്ല. ഇത് തിരമാലൻ്റെ കൊണ്ടാട്ടോ. മീൻ അടിച്ചത് നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പൊ മീൻ അടിക്കുന്നുണ്ട്. ഇപ്പൊ മീൻ കൊത്തുണ്ട്. പടച്ചോനി, എന്റെ ബ്രൈഡൽ ലൈൻ കണ്ടോ, നീല കളർ കാണാൻ തുടങ്ങിയിട്ട് ഇത്രയും പോയി ഗൈസ്. ഇത് മൊത്തം ഈ കടലിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. നമ്മൾക്ക് ഇന്നൊരു മീന് കിട്ടണം കേട്ടോ ഗൈസ്. നമ്മുടെ തീച്ചിന്റെ ഇവിടെ മീന് ചാടിയിട്ടാ. മീന് ചെറിയ മീനാണ് തോന്നുന്നു. അവനെ വേണ്ട, നമുക്ക് കുറച്ച് വലിയ മീനായിക്കോട്ടെ. നമ്മൾക്ക് കുറച്ച് ദൂരേക്ക് എറിയാട്ടോ. അവിടെ പോയി വീണിട്ടുണ്ട്. ഒരു മീന് നച്ചർ പോലത്തെ ഒരു മീന് വരുന്നുണ്ട് കേട്ടാ. എന്താണ് ഗൈസ്, ഇന്ന് ഒരു മീൻ പോലും കൊത്താത്ത്? പഠിച്ചോനെ ഗൈസ്, നല്ല തിരമാലകൾ കേട്ടാ. നോ സ്ട്രൈക്ക്, ഓൺലി കാറ്റിൻ്റെ തിരമാലകൾ മാത്രം. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ല ഗൈസ്, ചുമ്മാ തോന്നിയതാ. കുറെ നേരം ഓടി കളിക്കണം എൻ്റെ ഫ്രണ്ടിൽ കൂടെ. ഓവർ കളിച്ച് ഞാൻ അവനെ ഇറങ്ങി പിടിക്കുന്നതായിരിക്കും ഗൈസ്. അങ്ങനെയില്ല, എന്നാലും ചുമ്മാ ഒരു ടോക്കിന് പറഞ്ഞ കേട്ടോ. അതോ കൂട്ടത്തോടെ ഗൈസ്, നോക്ക്, കുറേ നച്ചർ മീന്. കണ്ട കാണിച്ചുതരാം. ഞാൻ റൗണ്ട് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അവിടെ കുറേ നച്ചർ മീനുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഒന്നാണെന്ന്, പക്ഷെ ഒന്നല്ല. അടിച്ചാ ശരിക്കും? അടിച്ച് ഏട്ടക്കൂരിയല്ലേ? ഓ, വലിയ മീനാട്ടാ. അത് പൊളിച്ച്. ഈ ചേട്ടന് മീൻ അടിച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി ഭയങ്കര ഓവർ ഇതൊക്കെ പറയുന്നു. നമ്മൾക്ക് മീനിൻ്റെ സൈസ് നമ്മളെ പിടിച്ച് അത്ര വലുതൊന്നുമല്ല ഗൈസ്. ഇതേ ഇത്രയ്ക്കേ ഉള്ളൂ. എന്നിട്ടാണ് ഇത്രയ്ക്കേ കടന്നിട്ട് പറയുന്നത്. ഇതിനില്ലേ 2, 4, 6 കൊമ്പുണ്ട്. ഇനി നമ്മൾക്ക് കുറച്ച് മീനിനെ കുറിച്ച് വിശേഷിക്കാം. 6 കൊമ്പുണ്ട് മൊത്തം. അങ്ങോട്ട് 2 ചിറക്, ഇങ്ങോട്ട് 2 ചിറക്. അയ്യോ സോറി, അവനെ ഞാൻ തന്നെ പേടിപ്പിച്ചു. ഇതിന്റെ വായിന്നില്ലേ മീന് കുരുങ്ങിയത് കൊണ്ടാണ് നമ്മൾക്ക് ഇവനെ കിട്ടിയത്. കണ്ട, അവന്റെ വായിനും കാട്ടി വലിയ മീനിനാണ് അവൻ തിന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇവനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇവനെ ഓവർ വിശേഷിപ്പിച്ചാൽ ഇവന് ചിലപ്പോൾ നമ്മൾക്കൊട്ട് ഒരു കുത്ത് കിട്ടും. അതിന് മുൻപ് നമ്മൾക്ക് ഇവനെ കവറിലാക്കാം. എന്റെടാ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഗൈസ്. കുട്ടി ഷാർക്കിനെ പോലെ ഇല്ലേ, ഷാർക്ക് മീന്. നമ്മൾക്ക് ഇവനെ കവറിലിടാട്ടാ, പക്ഷെ ഇടാൻ തോന്നണില്ല. നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. ഇനി നമുക്ക് പിടിക്കാട്ടോ. ഇനി നമുക്ക് വലുത് തന്നെ പിടിക്കണം. നമ്മുടെ അഭിമാന പ്രശ്നമാണ് ഗൈസ്. എൻ്റെയും നിങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. നമുക്ക് വലുത് തന്നെ പിടിക്കണം കേട്ടോ ഗൈസ്. നവീൻ ചേട്ടനും സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. മീൻ അടിച്ചതായിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കറക്റ്റ് ഏട്ടക്കൂരിനെ. നവീൻ ചേട്ടനും കറക്റ്റ് സൈസുള്ള ഒരു ഏട്ടക്കൂരിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ടൈമായി, അടിക്കേണ്ട ടൈമായി. ഇവരൊക്കെ ചെറുത് പിടിക്കട്ടെ, നമുക്ക് ചെറുതൊന്നും വേണ്ട, നമുക്ക് വലുത് പിടിക്കാട്ടോ ഗൈസ്. ഓ, ഇതാണ് കുത്ത്. അതാലേ മുള്ള്. ഈ ചിറകിന്റെ അപ്പുറത്ത് ഒരു മുള്ളുണ്ട് ഗൈസ്. അതാണ് ഇങ്ങനെ. ഇത് നോക്ക്, നമ്മുടെ ബാഗ് അവനെ ഓട്ടയാക്കി. ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. നമ്മൾക്ക് കറി വെച്ച് തന്നെ എന്തായാലും തിന്നണം. ഗൈസ്, ഇങ്ങനെയാണ് ഏട്ടക്കുരി ഈസി ആയിട്ട് റിമൂവ് ചെയ്യേണ്ടത്. അപ്പൊ പെട്ടെന്ന് കുത്തില്ല. അപ്പൊ ഇതിന്റെ മേലത്തെ കൊമ്പല്ലേ കുത്തുക? അപ്പൊ ഈ 2 എണ്ണം കൊമ്പുകൾ മാത്രം വെച്ചിട്ട് നടക്കണ ഒരുത്തൻ ഗൈസ്. അവര് 2 ആൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ ബേബി, പാവം ബേബി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് കുറച്ച് ദേഷ്യം വരുന്നുണ്ട് ഗൈസ്. സോ നമ്മൾക്ക് വലുത് പിടിക്കണം ഗൈസ്. നമ്മൾക്ക് കൂട്ടപ്രാർത്ഥന നടത്തണം ഈ സമയത്ത്. എന്നിട്ട് വലുത് പിടിക്കണം. പഠിച്ചണേ, നമുക്ക് വലുത് തന്നെ കിട്ടണേ. വലുത് മാത്രം കിട്ടണേ ഗൈസ്. കുറേ നച്ചർ കിട്ടാ ഗൈസ്. അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് മീൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് അവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല. പിന്നെ അവിടെ വെറുതെ കല്ലി കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഗൈസ്. എനിക്കിന്ന് മീൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടമാവും കേട്ടോ. കാരണം അവർക്ക് കിട്ടി ഗൈസ്, എനിക്ക് കിട്ടിയില്ല.
ഗൈസ് ഈ ഒരു ചാളയും കൊണ്ട് ഞാൻ അരമണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവനാണെങ്കിൽ പോണുമില്ല, മീനാണെങ്കിൽ കിട്ടണമില്ല. പടച്ചോനീ, ഇതിലെങ്കിലും ഒരു മീനടിക്കണേ. നമുക്ക് സ്ട്രൈക്ക് പോലും കിട്ടുന്നില്ല, അതാണ് എനിക്കറിയാത്തത്. അവർക്ക് സ്ട്രൈക്കും കിട്ടി, മീനും കിട്ടി, നമുക്ക് ഒരു സ്ട്രൈക്കും ഇല്ല ഗൈസ്. എനിക്ക് വലിയ മീൻ തന്നെ വേണം, എനിക്ക് വലിയ മീൻ വേണം. എന്താണ് ഗൈസ്, ഒരു സ്ട്രൈക്കും കിട്ടുന്നില്ലല്ലോ, മീന് കൊത്തണ പോലും ഇല്ലല്ലോ. ആ കൊത്തുണ്ട്. ഓ പടച്ചോൻ എൻ്റെ വിളി കേട്ടു. കൊത്തുണ്ട് കേട്ടോ, കുഞ്ഞതായിട്ട് കൊത്തുന്നുള്ളൂ. വലിയ മീൻ മതി എനിക്ക്. ശരി, കുഴപ്പമില്ല, ഇന്ന് നമുക്ക് ചെറിയ മീൻ പിടിക്കാല്ലേ ഗൈസ്, നമ്മുടെ അഭിമാന പ്രശ്നമായതുകൊണ്ട്. നച്ചർ റെഡ് കളർ നച്ചർ. ഗൈസ് എൻ്റെ ചാള തനിയെ പോയി എന്നെ കൂട്ടാണ്ട്. അത് ചീറ്റിങ്, അത് വളരെ ചീറ്റിങ്. അരമണിക്കൂറായിട്ട് എൻ്റെ കൂടെ നിന്നിട്ട് അവൻ ഇപ്പോൾ ഒറ്റയ്ക്ക് പോയത് ശരിയാണോ ഗൈസ്? നിങ്ങൾ തന്നെ പറയും. നോക്ക് എൻ്റെ കുക്കി ഒറ്റയ്ക്ക്. ഗൈസ് എന്നെ കളിയാക്കി കൊണ്ടിരിക്കുകയാണ്, 1-0 പറഞ്ഞിട്ട്. നമ്മൾക്ക് വേഗം തന്നെ പിടിക്കണം, നമ്മൾക്ക് വലിയ ചാള തന്നെ കുത്തിയിടണം. എന്നോട് കളി, എന്നെ അറിയില്ല അവർക്ക്. ഇവിടെ നിന്നാണ് അവര് മീൻ പിടിച്ചത്, അപ്പോൾ നമ്മൾക്ക് ഇവിടെ തന്നെ ഇടാം കേട്ടോ. അയ്യോ 1-0 പറഞ്ഞിട്ട് എന്നെ കളിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് വലിയ മീൻ വേണം ഗൈസ്. എന്നെ കളിയാക്കി കൊല്ലുന്നുണ്ട്. അയ്യോ കല്ല് കോഴി കല്ല് കുടുങ്ങി. കല്ല് തന്നെയാണോ ഇനി മീന് കുടുങ്ങിയ? പടച്ചോനി ഗൈസ്, നമ്മുടെ റോഡൊക്കെ വളയുന്നു കണ്ടോ. ഇത് ടൈറ്റ് ആക്കട്ടെ ഏട്ടാ, ഇത് കുറച്ച് ടൈറ്റ് ആക്കട്ടെ. അയ്യോ ഗൈസ്, പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷേ സ്ട്രൈക്ക് പോലും കിട്ടുന്നില്ല. ഇന്ന് എനിക്ക് മീൻ കിട്ടില്ലെങ്കിൽ ഞാൻ മീൻ മേടിച്ചിട്ട് പോകും ഗൈസ്, മേടിച്ചിട്ട് പോകും. വലുതാ? ഹമൂറ്. പക്ഷെ അത്ര വലുതൊന്നും അല്ല, കുഞ്ഞത്. അയ്യേ, ഞാൻ ഇന്നലെ പിടിച്ച ചെമ്പലിന്റെ സൈസ് പോലും ഇല്ല ഗൈസ്, കുഞ്ഞത്. ഇത് ഞാൻ മരണകാലം വരെ പറയും. അതിന്റെ ഹുക്ക് നോക്ക്, ജസ്റ്റ് മിസ് കേട്ടോ. ഇതെങ്ങനെ ഗൈസ്? നമുക്ക് അവരെ വെറുതെ നോക്കി നിന്നിട്ട് കാര്യം, നമുക്ക് പിടിക്കാം ഗൈസ്. 2-1-0 പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. നമുക്ക് മൈൻഡ് ചെയ്യണ്ട, നമുക്ക് വലിയ മീൻ പിടിച്ചിട്ട് അവരെ തളർത്തണം ഗൈസ്. നമുക്ക് കിട്ടുന്നില്ലല്ലോ, എനിക്ക് സങ്കടമാണോ ഗൈസ്, എനിക്ക് ശരിക്കും സങ്കടമാണോ. ഇതുവരെ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ, കാരണം എനിക്ക് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ ഇവരൊക്കെ ഉള്ള സ്ഥിതിക്ക് അവർക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. നച്ചറിന്റെ കുടുംബം മൊത്തം ഇവിടെ ഉണ്ട് ഗൈസ്. അവര് ഹമൂറും മറ്റെന്താണ് കൂരിയൊക്കെ പിടിച്ച സ്ഥിതിക്ക് നമുക്ക് വലിയ വമ്പൻ സാധനം പിടിക്കണം, അതാണ് എൻ്റെ ടാർഗറ്റ്. കിട്ടുമല്ലോ അല്ലേ? ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം എനിക്ക് സങ്കടം വരുന്നുണ്ട്. എനിക്ക് അവരുടെ മുന്നിൽ കരയാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഐ ആം എ സ്ട്രോങ് വുമൺ. ഈ വേളയിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു മീൻ പിടിച്ച 1 മാസമാണ് അതിന്റെ ആഘോഷം, വേറെ മീൻ പിടിക്കുന്ന പരിപാടിയൊന്നുമില്ല ഗൈസ്. അത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ പറഞ്ഞത്. മീൻ ആഘോഷം ഇനി 1 മാസം ഉണ്ടാവും, 1 മാസം കഴിഞ്ഞിട്ട് ബേബി അടുത്ത മീൻ പിടിക്കുള്ളൂ ഗൈസ്. നമ്മളെ തളർത്താൻ വേണ്ടി ഒരു വാക്കുകൾ പറയണുണ്ടോ? അങ്ങനെ നമ്മളെ വിട്ടുകൊടുക്കൂല. നമ്മളിന്ന് വലിയ മീനിന് പിടിക്കും. കല്ലിന്റെ ഇടയിൽ കുടുങ്ങിയ വലിയ മീനാലേ ഗൈസ്. നവീൻ ചേട്ടന് മീൻ അടിച്ചിട്ടുണ്ട്, ഹെവി സേനാണ് തോന്നണു, റോഡൊക്കെ വളയണ്. നവീൻ ചേട്ടന് 555 വെയിറ്റ് ഉള്ള ഒരു ഹമൂറിനെ കിട്ടി. ഇപ്പോ ഈ ചേട്ടന് ഒരു ഹമൂറും ഒരു കൂരിയും കിട്ടി. നവീൻ ചേട്ടനും ഒരു ഹമൂറും ഒരു കൂരിയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്നിലോട്ട് വന്നാൽ നമ്മൾക്ക് ഈ കടലിലെ ചാടിച്ചാവാം എന്നൊന്നും പറയില്ല. നമ്മൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്. നമ്മുടെ റോഡ് ഇവിടെ അനാഥയായി കിടക്കുന്നുണ്ട്. ഞാനിപ്പോഴും 4-5 കൊളുത്ത് കളഞ്ഞിട്ട് വീണ്ടും കൊളുത്ത് കെട്ടാൻ വേണ്ടി പോകുന്നുള്ളൂ. അയ്യോ, ഇന്ന് ഇവരുടെ ദിവസമാണ് കേട്ടോ. ഞാൻ ഇന്ന് ഇവർക്ക് ചുമ്മാ ഞാൻ മീന് പിടിക്കാതെ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇന്ന് ഞാൻ വേണം വെച്ച മീൻ പിടിക്കാത്തതാ, നിങ്ങൾക്ക് ചാൻസ് തന്നതാട്ടോ. അതിന് നിങ്ങൾ എനിക്കാണ് താങ്ക്സ് പറയണ്ടത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ നിങ്ങളെ പിടിച്ച 4 മീൻ ഞാൻ പിടിക്കേണ്ടതായിരുന്നു. എന്താ പറഞ്ഞേ? ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇന്ന് മീൻ കറിയാവും. ബേബിയുടെ വീട്ടിൽ എന്താ കറിയെന്ന് ചോദിച്ചതാ. ഇതിനെ ട്രോളെന്നാണോ പറയാ ബേബിയെ? ഗൈസ്,
നമ്മൾ കൊളുത്ത് സെറ്റ് ചെയ്യാം. നമ്മളെ അവരെ സംസാരിക്കുന്ന നമ്മളെ മെയിൻ ചെയ്യേണ്ട ഗൈസ്. നമ്മളെ വലിയ തെരണ്ടി പിടിക്കണം, തെരണ്ടി. നമ്മുടെ ഇവിടെ ട്രോളാണ്. ഇന്നലെ 9-ാം തീയതി. അടുത്ത മാസം 9-ാം തീയതിയാണ് ബേബിയെ. ആ ദിവസം വന്നാ പോരെ, എല്ലാ ദിവസം എന്തിനാ വരുന്നത്? ഗൈസ്, എന്നെ ട്രോളുന്നത് നിങ്ങളെ കേൾക്കുന്നുണ്ടോ? ഞാൻ കരയുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. നിങ്ങൾ ഓവർ എന്നെ ട്രോള്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ എടുക്കും. വീണ്ടും നവീൻ ചേട്ടന് മീനടിച്ചിട്ടുണ്ട്. വലിയ ഹമൂറായിരിക്കും ഇതും. ഗൈസ് ഏരി ഗൈസ്, ചേട്ടൻ ഏരി അടിച്ചത് വീണ്ടും വീണ്ടും. കുഞ്ഞ ഏരിയ അല്ലേ ഗൈസ്? എന്റെ കരച്ചിലാണ് അവിടെ ആള് വെച്ച് ഞാൻ കരയിപ്പിക്കുകയാണ്. ഗൈസ്, കുറേ നേരത്തിന് ശേഷം നമ്മുടെ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ 3-2-0. എനിക്ക് 0. എനിക്കല്ല, നമുക്ക് ഇത് നമ്മുടെ ഇതാണ് കേട്ടോ. നമ്മളും അവരും തമ്മിലുള്ള ഫൈറ്റ് ആണ് ഗൈസ്. നമ്മൾക്ക് ഇതിൽ വലുത് പിടിക്കണം കേട്ടോ. ഇത് കുറേ നേരമല്ലേ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട്. കൊത്തുണ്ട്, ചെറുതായിട്ട് കൊത്തുണ്ട് ഗൈസ്. ചെറുതായിട്ട് കൊത്തുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയാ ചേടാ, കൊത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ, പോയി തോന്നുന്നു. നമ്മളെന്തായാലും പിടിക്കും, അതുറപ്പാ. ഇന്നെന്തായാലും പിടിക്കും. ഒരു മീനെങ്കിലും നമുക്ക് പിടിക്കണം. നവീൻ ചേട്ടന് അടുത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏരി അതിനേക്കാൾ കുറച്ച് സൈസുള്ള ഏരിയാണ് ഗൈസ്. മീനുകൾക്ക് ആഘോഷമാണ് തോന്നുന്നുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് ഓടി കളിക്കുന്നുണ്ട്. ദേ ഓടുന്നുണ്ടാ. അവസാനം കളിയാക്കലിനും എന്താ പറയാ, എല്ലാത്തിനും ഒടുവിൽ നമ്മൾക്ക് ചെമ്പല്ലി കിട്ടിയിട്ടാ, വലിയ ചെമ്പല്ലി. നമ്മൾക്കിനി നമ്മുടെ കൂടെയുള്ളവരുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അവരിത്ര നേരമായിട്ട് രണ്ടാളും ഒന്നും മിണ്ടണില്ല ഗൈസ്. കാരണം നമ്മൾ ഇത്ര വലുത് പിടിച്ചുകൊണ്ട്. പറയാനുള്ളത്, ഞാൻ ഇത്ര വലിയ ചെമ്പല്ലി പിടിച്ചതിനോട് അതെ ഗൈസ്, അതാണ് പറഞ്ഞ വാക്ക് നമ്മൾ പാലിച്ചെടുക്കണം. 2 ചെറുതാണ് പിടിച്ചിട്ടുള്ളത്, നമ്മൾ വലുതാണ് പിടിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് കുഞ്ഞതാണ്, നമ്മൾക്ക് ഇനിയും ട്രൈ ചെയ്യാം. ഞാൻ ഇത്ര നേരം വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം നമ്മൾ പുതിയ സ്പോട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ എൻ്റെ കയ്യിൽ ബാറ്ററി ചാർജില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. ഇത് നമ്മൾ പിടിച്ചതാണ്. നിങ്ങളിത് റോഡ് നോക്കിക്കോളൂ, എൻ്റെ ഇത് നോക്കിക്കോളൂ. ഇത് അവരുടെ കയ്യിൽ വേറെ റോഡൊക്കെ ആയിട്ടാണ് അവർ ചൂണ്ടുന്നത്. സോ ഗൈസ്, നമ്മളെ പിടിച്ചിട്ടുണ്ട് വലിയ ചെമ്പല്ലി ഗൈസ്. കണ്ടോ? അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ 3 പേരും കൂടി പിടിച്ചത്. ഇതിൽ ഞാൻ ഈ നമ്മുടെ വലിയ ചെമ്പിൽ മാത്രമേ നമ്മൾ പിടിച്ചിട്ടുള്ളൂ. ബാക്കി അവർ 2 ബാക്കിയുള്ളതൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും വലുത് നമ്മുടെ തന്നെയാണ് ഗൈസ്, അല്ലേ? അങ്ങനെയാണ് കമന്റ് വരുന്നത്. പിന്നെ ഇത് കണ്ടോ, വായി അവനക്ക് ഇപ്പോഴും ജീവനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇന്നത്തെ ഫിഷിങ് അടിപൊളിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഗൈസ് നമ്മൾക്ക് ഇത്രയും മീനൊക്കെ കിട്ടുന്നത് കേട്ടോ. ഗൈസ്, ഇപ്പോൾ സമയം ഉച്ച 12:45 കേട്ടോ. നമ്മൾ രാവിലെ 5 മണി മുതൽ ഇപ്പോൾ 1 മണി, കറക്റ്റ് അറൗണ്ട് 1 മണി ആക്കിയിട്ടുണ്ട്. അപ്പോൾ 1 മണി വരെ കട്ടയ്ക്ക് ഫിഷിങ് ആയിരുന്നു ഗൈസ്. ഇന്ന് നമ്മൾക്ക് 8 മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് എല്ലാവർക്കും കൂടെ 8 മീൻ ഇട്ടിട്ടുണ്ട്. അതിലൊരു ചെമ്പിൽ മൊത്തം നമ്മൾ പിടിച്ചാണ്. സത്യം പറഞ്ഞു വെച്ചാൽ നമ്മൾക്ക് ഭയങ്കര അഭിമാന പ്രശ്നമായിരുന്നു ഗൈസ്. നമ്മുടെ മാത്രം അഭിമാന പ്രശ്നമായിരുന്നു. അവർ രണ്ടാളും കൂടി എന്നെ ട്രോളി നമ്മളെ അങ്ങനെ ആക്കിയിട്ട് എന്തായാലും നമ്മൾക്ക് വലിയ ചെമ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എനിക്കതിൽ ഭയങ്കര സന്തോഷം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ മീൻ കിട്ടുന്നില്ല എന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇപ്പം മീൻ കിട്ടില്ല ഗൈസ്, ഇപ്പം നിങ്ങൾ സന്തോഷമായില്ലേ? അപ്പോൾ മീൻ കിട്ടിയ സ്ഥിതിക്ക് വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പിന്നെ വീഡിയോൻ്റെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ മുട്ടിൽ നിന്നിട്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഒരു 9 മണിയായപ്പോൾ, ഒരു 9:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് നിർത്തി. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു, അതുകൊണ്ട് മാത്രമായിരുന്നു. പിന്നെ ഈ സ്പോട്ടിൽ വന്നിട്ട് നമ്മൾ ഫിഷിങ് ചെയ്യണതിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിലിപ്പോൾ ഒരു 5-6% ചാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടി പറയണം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വാലും തുമ്പും ഇല്ലാത്ത വീഡിയോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ കണ്ടിന്യൂവേഷൻ ഇല്ലാണ്ട് അങ്ങനെ പോയത്. ഇത്തവണ ക്ഷമിക്കണം. നാളെ നമ്മൾക്ക് ഫുൾ സെറ്റപ്പായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ പിടിച്ച ചെമ്പലിൻ്റെ വെയിറ്റ് നമ്മൾക്ക് നോക്കാട്ടോ. എന്തായാലും വലിയ ചെമ്പല്ലി ആയതുകൊണ്ട് തന്നെ വെയിറ്റ് 300 തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. പിന്നെ ഈ ചെമ്പല്ലി നമ്മൾ തറവാട്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ചപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിച്ചല്ലോ. അപ്പോൾ ഈ ചെമ്പല്ലി നമ്മൾ തറവാട്ടിൽ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.